നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മിസ് എന്താ ആലോചിക്കുന്ന? ഒന്നുമില്ല. വാ, നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നാക്കാം. വാ. ഓക്കേ മിസ്. മിസ് സ്കൂട്ടർ നിർത്ത്. മിസ് ഒന്ന് നിർത്ത്. മിസ് സ്കൂട്ടർ നിർത്ത്. എന്താടാ? നമുക്ക് ഐസ്ക്രീം കഴിച്ചാലോ? വേണ്ട, പനി പിടിക്കും. അവസാനം നിന്റെ അമ്മ എന്നെ വഴക്ക് പറയും. ഇല്ല മിസ്സേ, ഐസ്ക്രീം കഴിക്കാൻ വീട്ടിൽ നിന്ന് കാശ് തന്നിട്ടുണ്ട്. ഓഹോ, എന്ത് കള്ളം പറഞ്ഞാ പോക്കറ്റ് മണി ഒപ്പിച്ചത്? ഫ്രണ്ട്സിന് ചെലവ് ചെയ്യാന്ന് പറഞ്ഞിട്ട് തന്നെയാ വാങ്ങിയത്. കള്ളം പറയലെന്ന് മിസ് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ആഹാ, എന്നിട്ടേ ഫ്രണ്ട്സിന് പകരം നീ എനിക്കല്ലേ ചെലവ് ചെയ്യുന്നത്? അത് കള്ളമല്ലേ? എന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് മിസ്സാ. അതെനിക്കിഷ്ടായി. അപ്പൊ ഈ പറഞ്ഞതിന് ഞാൻ നിനക്ക് ചെലവ് ചെയ്യാം. വാ. അത് രസായിരുന്നില്ലേ? ഓ ദാ വന്നല്ലോ. കഴിച്ചോ കഴിച്ചോ. ഈശ്വര, ആള്. ഹായ്. എന്താ പ്രാക്ടീസ് ഒക്കെ നടക്കുന്നുണ്ടോ? ഓ യെസ്, അടുത്ത ടൂർണമെന്റ് ഉടനെ ഉണ്ട്. മിസ്സേ, വിമലും ഡാഡി ഇരിക്കുന്നു. ഞാൻ അവരെ ഒന്ന് വിഷ് ചെയ്തിട്ട് വരാം. ശരി, പക്ഷെ അവിടുന്ന് ഐസ്ക്രീം വാങ്ങി കഴിക്കരുത്. ഇന്നിത് മതി. ഓക്കെ മിസ്സേ. എന്റെ കയ്യിൽ നിന്നും സ്വഭാവ സർട്ടിഫിക്കറ്റ് വീഡിയോ ആയിട്ട് വാങ്ങിയ ആദ്യത്തെ ആളാണ് താൻ. അല്ല, തന്റെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയോ? ആയി സർ. സാറെന്ന് തന്നെയാണോ വിളിക്കേണ്ടത്? വിവാഹാലോചനയെക്കുറിച്ചും പെൺകുട്ടി ഞാനാണെന്നും ഇദ്ദേഹം അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കുന്നത് ശരിയല്ല. തൽക്കാലം സാറെന്ന് തന്നെ വിളിക്കാം. താനെന്താ ഇങ്ങനെ നോക്കുന്നത്? അല്ല, സാറിനെ പോലെയൊക്കെ ഉള്ളവര് ഇവിടെയൊക്കെ വന്ന് ഫുഡ് കഴിക്കോ? നിങ്ങളൊക്കെ വലിയ പണക്കാരല്ലേ? ഫുഡിനൊക്കെ പാവപ്പെട്ടവരെന്നോ പണക്കാരെന്നോ വ്യത്യാസമൊന്നുമില്ല. നല്ല ആഹാരം എവിടെ കിട്ടുന്നോ അത് തേടി പിടിച്ച് കഴിക്കുന്നവനാണ് ഞാൻ. ഇവിടുത്തെ ഐസ്ക്രീം സൂപ്പറാ. ആ കണ്ടോ, എന്നെ കാണുമ്പോഴേ എനിക്ക് വേണ്ട ഐസ്ക്രീം ടേബിളിലെത്തും. അല്ല, തനിക്ക് ഒരെണ്ണോട് പറയട്ടെ? വേണ്ട സർ. ഓ, തന്റെ പോളിസി ഞാൻ മറന്നുപോയി. ഞാൻ എന്റെ കാശ് മാത്രമേ കൊടുക്കൂ. തന്റെ കാശ് താൻ തന്നെ കൊടുത്തോ. അതല്ല സർ, എനിക്ക് വേണ്ടാഞ്ഞിട്ടാ. എങ്കിലും സാറ് കഴിക്കുന്നത് വരെ ഞാൻ കമ്പനി തരാം. ആണോ? ശരി, പൊക്കോളൂ. ശരി. എന്താന്നറിയില്ല, ബിസിനസിന്റെ തിരക്കുകൾക്കിടയിലും തന്റെ സംസാരം കേൾക്കുമ്പോ ഞാൻ വല്ലാതെ റിലാക്സ്ഡ് ആവും. എന്തോ എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമായി. തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. തന്റെ സംസാരവും തന്റെ ഈ ഡ്രസ്സിംഗ് സ്റ്റൈലും ഒക്കെ എനിക്കിഷ്ടമാണ്. പെൺകുട്ടി ഞാനാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണോ ഇദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നത്? പിന്നെ എനിക്കൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. മിക്കവാറും നാളെ പെണ്ണ് കാണാൻ പോകും. പെൺകുട്ടി ആരാണ് സർ? അതെനിക്കറിയില്ല.
അമ്മ കാണിച്ചു തരുന്ന കുട്ടിയെ ഞാൻ വിവാഹം കഴിക്കും. ഇന്നത്തെ കാലത്തും വീട്ടുകാരുടെ ഇഷ്ടത്തിന് തീരുമാനം എടുക്കുന്ന ആണുങ്ങളുണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? എല്ലാവർക്കും അവരവരുടെ വീട്ടുകാർ തന്നെയല്ലേ വലുത്. അതെ, എന്നാലും ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കേണ്ടത് അവരവരല്ലേ സർ? ഇതൊക്കെ ദൈവം തീരുമാനിക്കുന്ന പോലെ നടക്കൂ. ഇതുവരെ എനിക്ക് കിട്ടിയിട്ടുള്ളതെല്ലാം നല്ലതാണ്. സോ ഇനി ഒരു നല്ല ബെറ്റർ ഹാഫിനെയും എനിക്ക് തരും. നല്ല കുട്ടിയെ തന്നെ കിട്ടാൻ ഞാനും പ്രാർത്ഥിക്കാം സർ. വിവാഹം കഴിഞ്ഞാലും പെൺകുട്ടികൾ ജോലി ചെയ്യുന്നതിനെ കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താ? വിവാഹം ജോലിക്ക് തടസ്സമാവരുത്. അത് കഴിഞ്ഞാലും ആക്റ്റീവ് ആയിരിക്കണം പെൺകുട്ടികൾ. എന്റെ ഭാര്യയ്ക്ക് ജോലിക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അവളെ ഫുൾ സപ്പോർട്ട് ചെയ്യും. ആ പെൺകുട്ടി ജോലി ചെയ്യുന്നത് അവളുടെ കുടുംബത്തിന് വേണ്ടിയാണെങ്കിലോ? അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഒരു പെൺകുട്ടിയെ വളർത്തി വലുതാക്കാൻ അവരുടെ മാതാപിതാക്കൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. താലിച്ചരട് കഴുത്തിൽ വീഴുന്നതിന്റെ തൊട്ടടുത്ത നിമിഷം അവരെ എല്ലാം ഉപേക്ഷിക്കണമെന്ന് പറയുന്നത് ക്രൂരതയാണ്. പിന്നെ ഒരു പെൺകുട്ടി തന്റെ അച്ഛനമ്മമാരെ എത്ര സ്നേഹിക്കുന്നുവോ അത്രയും തന്നെ ഭർത്താവിനെയും സ്നേഹിക്കും. സ്വന്തം വീട്ടുകാരെ ഉപേക്ഷിക്കുന്നവള് ഒരിക്കൽ ഭർത്താവിനെ ഉപേക്ഷിക്കില്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും? താങ്ക് യു. കാണാം. നമുക്ക് ഇറങ്ങാം, നേരം വൈകി. കാശോ? കാശൊക്കെ കൊടുത്തു മുത്തേ, വാ. അമ്മേ, അമ്മേ, അമ്മേ. എന്താ ഇത്? ദേഹം മുഴുവൻ അഴുക്കാ. ഞാനും അമ്മയെ പോലെ തന്നെ ജോലി ചെയ്ത് ദേഹം മുഴുവൻ അഴുക്കുമായിട്ടാ വന്നിരിക്കുന്നത്. ഇന്ന് നല്ല മൂഡിലാണല്ലോ. മുഖത്തൊരു സന്തോഷവും തെളിച്ചൊക്കെ കാണുന്നുണ്ട്. ഞാനതിന്റെ കാരണം പറഞ്ഞ അമ്മയും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. ഇല്ല മോളെ, എനിക്ക് സന്തോഷം വരണമെങ്കിൽ നീ വിവാഹത്തിന് സമ്മതിച്ചു എന്ന് പറയണം. എങ്കിൽ ഞാൻ അത് തന്നെ പറഞ്ഞാലോ? അതേമ്മേ, എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമാണ്. ഗൗതം ഗോപിനാഥ് കാശുകാരൻ മാത്രമല്ല, ഒരു നല്ല മനുഷ്യൻ കൂടിയാ.